എന്താടി നിന്റെ പേര്? വന്ദന. അച്ഛന്റെ പേര്? മാധവൻ നായർ. നിന്റെ വയസ്സ്? 30. ഭർത്താവിന്റെ പേരെന്താ? വിവാഹിതയല്ല. 30 വയസ്സായിട്ടും കല്യാണം കഴിഞ്ഞില്ലേ? അതെന്താ, നിനക്ക് കല്യാണം വേണ്ടേ? അതോ ലവ് ഫെയിലറോ? സാറേ, ഇപ്പൊ ഇതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഞാൻ എടുക്കാത്ത പണം എടുത്തു എന്ന് സ്ഥാപിച്ച് കള്ളക്കേസ് ഉണ്ടാക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കണം. എന്നിട്ട് എന്നെ പോലുള്ള ഒരു പെണ്ണിന്റെ ലൈഫ് തുലയ്ക്കണം. അതല്ലേ? എടി കൊച്ചേ, എന്റെ മകളുടെ പ്രായമുള്ളൂ നിനക്ക്. എന്നാലും ഞാൻ പറയാ, നീ എടുത്ത കാശ് തിരിച്ചു കൊടുത്തിട്ട് കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും. അല്ലേ നിന്നെ ഈ കേസിലിട്ട് കുടുക്കും. കുടുക്കിയ നിനക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം നാറ്റിക്കും. നീ കളിക്കുന്നതേ വർഗീസ് സാറിനോടാ. അഡ്വക്കേറ്റ് വർഗീസ് സാറിന്റെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ട് സാറിന്റെ കാശിനെ അടിച്ചു മാറ്റണമെങ്കിൽ നീ ചില്ലറക്കാരി അല്ലല്ലോടി. ഇപ്പൊ ഇത് അധികം ആരും അറിഞ്ഞിട്ടില്ല, നമ്മൾ മാത്രം. പേരിനും പ്രശസ്തിക്കും വേണ്ടി SI സാറും വക്കീൽ സാറും ഇതെല്ലാരെയും അറിയിക്കും. അറിയിച്ചാ പിന്നെ നീ നാറും. അതിനു മുമ്പ് കാശ് തിരിച്ചു കൊടുത്ത് സോറി പറഞ്ഞ് തടിയൂരാൻ നോക്കും. ഞാൻ എടുക്കാത്ത പണം എങ്ങനെ തിരിച്ചു കൊടുക്കാനാ സാറേ? നാളെ ഇതുവരെ അന്യന്റെ മുതലിനോടൊരു ആഗ്രഹവും തോന്നിയിട്ടില്ല ഈ വന്ദനയ്ക്ക്. വിശപ്പ് സഹിച്ച് കിടന്നിട്ടുണ്ട്. ജോലി അന്വേഷിച്ച് അലഞ്ഞപ്പോഴും പൈപ്പിൽ വെള്ളം കുടിച്ച് വിശപ്പടക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു ചില്ലി കാശ് പോലും ആരുടെ കയ്യിൽ നിന്നും ഞാൻ കട്ടിട്ടില്ല. വീട്ടിൽ ചേട്ടന്റെ പക്കൽ കാശുണ്ടായിരിക്കും, അതിൽ നിന്ന് ഒരു നാണയം പോലും എടുക്കാത്തവളാ ഈ വന്ദന. മൈലുകളോട് നടന്നിട്ടുണ്ട്. ഒരു ജീവിതമേ ഉള്ളൂ, അത് ദൈവം തന്നതാന്ന് കരുതി മാന്യമായി തന്നെയാ വന്ദന ഈ നാൾ ഇതുവരെ ജീവിച്ചിട്ടുള്ളൂ. അവസാനം വരെ ജീവിതത്തിൽ പൊരുതും. എന്നിട്ട് ജീവിതം തോൽവിയാണെങ്കിൽ ഈ ജീവിതം ഞാൻ ഇങ്ങ് വേണ്ടാന്ന് വെക്കും. എന്നാലും എന്നെ കുരുക്കാൻ വേണ്ടി കെണി ഒരുക്കിയ ഒരു പട്ടിയുടെ മുന്നിലും വന്ദന താഴ്ന്നു കൊടുക്കില്ല. ഞാനേ മാധവൻ നായരുടെ മോളാ. മക്കളെ സത്യസന്ധമായി വളർത്തിയ മാധവൻ നായരുടെ മകൾ വന്ദന. നിങ്ങൾ എന്നെ കൊല്ലുകയോ തൂക്കിലേറ്റുകയോ തുറുങ്കിലടയ്ക്കുകയോ ചെയ്തോ, എന്റെ തീരുമാനത്തിലും എന്റെ പ്രവൃത്തിയിലും ഞാൻ ഉറച്ചു വിശ്വസിക്കാം. എന്റെ സത്യസന്ധതയെ മനസ്സിലാക്കി എന്നെ രക്ഷിക്കാൻ എന്റെ ദൈവം നേരിട്ടിറങ്ങി വരും. സാറ് കണ്ടോ? സാറേ, ഇവള് പഠിച്ച കള്ളിയാ. ഇവളുടെ കോൺഫിഡൻസ് കണ്ടില്ലേ? SI സാർ ഇങ്ങി വരട്ടെ, ബാക്കിയൊക്കെ അദ്ദേഹം പറയിപ്പിച്ചോളൂ. അച്ഛൻ ഫോൺ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും അർജന്റ് മീറ്റിംഗിലായിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് കണ്ട അച്ഛൻ അപ്പോഴേ ഫോൺ എടുത്തേനെ. ഈശ്വര, എന്റെ മോളെ അവര്. അമ്മ, എടാ മനോജ്, നിനക്ക് ഏതെങ്കിലും പാർട്ടിക്കാരെയോ മറ്റാരെങ്കിലും പരിചയമുണ്ടോ? എങ്കിലൊന്ന് വിളിക്കുമോനെ, വന്ദനയുടെ കാര്യം പറ. നമ്മുടെ കൗൺസിലറെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? കൗൺസിലർക്ക് നല്ല പിടിപാട് കാണുമല്ലോ. വിളിക്ക്, എനിക്കൊന്ന് വേഗം വിളിക്ക്. സ്വിച്ച് ഓഫാ. അമ്മേ, അച്ഛനൊന്ന് വിളിച്ചു പറഞ്ഞാലോ? വേണ്ട മോളെ, ഇതൊന്നും കേട്ട താങ്ങാനുള്ള ശേഷി അദ്ദേഹത്തിനില്ല. വന്ദനയുടെ കാര്യമാകുമ്പോ കൂടുതൽ പ്രയാസാവും. ഒന്നാമതേ വയ്യാതിരിക്കുക, അതിന്റെ ഇടയിൽ ഇതും കൂടി കേട്ട എന്റെ ഈശ്വര. ഇനി എന്ത് ചെയ്യും നമ്മള്? അതെ, കുറുപ്പ സാറിനെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. മോളെ ഒന്നുകൂടെ ഒന്ന് വിളിക്കേ. ഇപ്പോഴും റിങ് ഉണ്ട്, കാൾ അറ്റൻഡ് ചെയ്യുന്നില്ല.
അച്ഛനെയും കിട്ടുന്നില്ല, അമ്മയും കിട്ടുന്നില്ല. ഇപ്പോഴും കിട്ടിയില്ലേ? ഇല്ല, റിങ് കേട്ടിട്ട് നിൽക്കുവാ. ഉറപ്പാ അച്ഛൻ അർജന്റ് മീറ്റിംഗിൽ എന്തുവാ. സർ, എന്താടോ ഇവിടെ ഉള്ളതും പറഞ്ഞോ? ഇല്ല സാർ, കുറ്റം കേൾക്കുന്നില്ല. എന്റെ ക്യാബിലേക്ക് കൊണ്ടുപോവാ. നടക്കടി ഇങ്ങോട്ട്. സത്യം തുറന്നു പറഞ്ഞാൽ മേനക്കേട് ഒഴിവാക്കാം. മോഷ്ടിച്ചെന്ന് പറയുന്നത് സത്യമല്ലേ? നിങ്ങൾ ആ ക്യാഷ് മോഷ്ടിച്ചില്ലേന്ന്? ഇല്ല സർ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഇതുവരെ ആരുടെ ഒരു മുതലും ഞാൻ മോഷ്ടിച്ചിട്ടില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. മോഷണത്തിന്റെ വ്യക്തമായ എവിഡൻസ് എന്റെ കയ്യിലുണ്ട്. ആ നാവീന്ന് മോഷ്ടിച്ചു എന്നൊരു വാക്ക് കേൾക്കണം, അത്രേ ഉള്ളൂ. നീ പണം മോഷ്ടിച്ചില്ലേ? ഇല്ല, ഞാൻ പണം മോഷ്ടിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ഒരു കേസിൽ നീ എന്റെ കയ്യിൽ വന്ന് പെട്ടതാ. അന്ന് നീ രക്ഷപ്പെട്ടു. മുകളിൽ നിന്നുള്ള വിളി വരണ്ട, ഫോൺ ഓഫ് ചെയ്തേക്കാം. നിന്നെപ്പോലുള്ള കുറെ എണ്ണത്തിനെ ഞാൻ ദിവസവും കാണുന്നതാ. അതുകൊണ്ട് അഭ്യാസമൊന്നും വേണ്ട. സത്യം പറഞ്ഞില്ലെങ്കിൽ ചോദ്യം ചെയ്യലിന്റെ രീതിയൊക്കെ അങ്ങ് മാറും. വനിതാ കോൺസ്റ്റബിൾ കയറി മേയും. അവർക്ക് പണി കൊടുക്കണോ? രാവിലെ കൈത്തരിപ്പ് തീർക്കാൻ വകയില്ലാതിരിക്കുക. ഇടിച്ചു കൂമ്പ് വാട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. വന്ദനെ, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നാണക്കേടൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. സത്യമങ്ങ് പറഞ്ഞൂടെ? ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഇനി പോലീസ് മുറ തന്നെ ശരണം. പോലീസ് സ്റ്റേഷനാ. സാറേ, രക്ഷിക്കണം സാറേ. എന്റെ മോളൊന്നും ചെയ്തിട്ടില്ല. അവള് മോഷ്ടിക്കാൻ പഠിച്ചിട്ടില്ല. അവളൊരു പാവ സാറേ. എന്റെ കുഞ്ഞിനെ വിട്ടേക്കണം സാറേ, അല്ലെങ്കിൽ പാവം കിട്ടും സാർ. സർ, ഞാൻ ഹരിത, XMLA കരുണാകരക്കുറുപ്പിന്റെ മകളാ. എന്റെ ഭർത്താവിന്റെ സഹോദരിയാ ഈ വന്ദന. ചേച്ചി അങ്ങനെ ഒരു മോഷണം നടത്തുന്ന ആളല്ല. വെറുതെ കള്ളക്കേസുകൾ കെട്ടിവെക്കാൻ നോക്കരുത്. ദൈവഭയമുള്ളവളാ വന്ദന. എന്നും പൂജയും വഴിപാടുമായിട്ട് ദൈവത്തെ സേവിച്ച് കഴിയുന്നവളാ. അവൾ ഒരിക്കലും മോഷ്ടിക്കില്ല സാറ്. അത് കള്ളക്കഥയാ. ഇവരുടെ വാചക കസരത്ത് കേട്ടിരിക്കാൻ വേറെ ജോലിയില്ലേ സാർ? FIR എഴുതി റിമാൻഡ് ചെയ്യാനുള്ള നടപടി എടുക്കണം. സെക്ഷൻ ഞാൻ പറഞ്ഞുതരാം. വക്കീൽ സാറേ, ഞാൻ വന്ദനേച്ചിയുടെ സഹോദരനാ മനോജ്. വക്കീൽ ഓഫീസിലെ മാറാല അടിച്ചതിന്റെ തുമ്മലും ചീറ്റിലും ചേച്ചിക്ക് ഇതുവരെ മാറിയിട്ടില്ല. അതിനു മുമ്പ് എന്തിനാ സാറേ അവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? സാറേ, എന്റെ മോളെ ഉപദ്രവിക്കല്ലേ സാറ്. മതി. ഇതുവരെ ഇവളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. വന്ദന വക്കീലിന്റെ പണം മോഷ്ടിച്ചു എന്ന് സമ്മതിച്ചാൽ മാത്രം പോരാ. മോഷ്ടിച്ച പണം വക്കീലിന് തിരിച്ചു കൊടുക്കുകയും വേണം. അമ്മയും നാത്തുമാരും സഹോദരനും അടങ്ങുന്ന ഒരു പട തന്നെ വന്നിട്ടുണ്ടല്ലോ. എല്ലാവരും കൂടി ആലോചിച്ച് പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തീരാൻ പോകുന്നില്ല. ഓക്കെ, വാ.
എടി, എന്നെ പോലൊരു പെണ്ണല്ലേ നീയും. നിന്നെ ഇടിച്ചു പിഴിയാനൊന്നും എനിക്കൊരു താല്പര്യമില്ല. എസ് ഐയും വക്കീലും താപ്പാനുകളാ. പണം മോഷ്ടിച്ചെന്ന് നീ അങ്ങ് സമ്മതിച്ചേക്ക്. എന്നിട്ട് ആ 1 ലക്ഷം രൂപ തിരിച്ചു കൊടുത്ത് തലയൂരി പോകാൻ നോക്ക്. അല്ലെങ്കിൽ ജയിലിൽ കിടന്ന് മൂട്ട കടി കൊള്ളേണ്ടി വരും. ആ, എന്ത് തീരുമാനിച്ചു? കുറ്റം സമ്മതിച്ച് വക്കീലിന്റെ പണം തിരിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഇല്ലെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. മോനെ, കോടതിയിൽ FIR ഇട്ട് നേരെ അങ്ങ് കൊണ്ടുപോകും. വർഷങ്ങളോളം കള്ളിയുടെ ലേബലിൽ അകത്ത് കിടക്കേണ്ടതായും വരും. വന്ദന കല്യാണം കഴിയാത്ത പെണ്ണല്ലേ? നല്ല സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ ഉണ്ടല്ലോ. ഈ ശരീരം ആർക്കും ഉപകാരപ്പെടാതെ ഇങ്ങനെ ഹോമിക്കണോ? അവസാനമായിട്ടാ ഞാൻ ചോദിക്കുന്നത്, സത്യം തുറന്നു പറയുന്നുണ്ടോ ഇല്ലയോ? എത്ര ചോദിച്ചാലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പണം മോഷ്ടിച്ചിട്ടില്ല. ഇനി വേദം ഓതിയിട്ട് കാര്യമില്ല. ബിന്ദു, വന്ദനയെ ഇടിമുറിയിലോട്ട് കൊണ്ടുപോയിക്കോ. ശരി സാർ. നടക്കൂടി ഇങ്ങോട്ട്. നടക്കാൻ മോഷ്ടിച്ചിട്ടില്ല. അവളെ ഒന്നും ചെയ്യല്ലേ. എന്നെ വിട്. ഒന്നും ചെയ്യല്ലേ സാറേ. സർ പ്ലീസ് സർ. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഇങ്ങോട്ട് വരാൻ. എന്നെ വിട്. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞു. എടി വരാൻ. ഒരു നിമിഷം. എന്താ എസ്ഐയും വക്കീലും കൂടി വന്ദനയെ കള്ളിയാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണല്ലേ? ഇടയ്ക്ക് കയറി വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കിയതിൽ ക്ഷമിക്കണം. വന്ദന മോഷ്ടിക്കില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. മോഷ്ടിച്ചു എന്നാണല്ലോ വക്കീലിന്റെ പരാതി. നിങ്ങൾ പറയും പോലെ വന്ദനയെ കള്ളിയാക്കാൻ വ്യഗ്രത കൊണ്ട് കൊടുത്ത പരാതിയല്ല. വന്ദനയ്ക്കെതിരായ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. എങ്കിൽ അതെനിക്കൊന്ന് കാണണം. തെളിവ് നിങ്ങളെ കാണിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം പോലീസിനുണ്ട്. തെളിവങ്ങനെ വരുന്നവരെയും പോകുന്നവരെയും കാണിക്കാനുള്ളതല്ല. ഞാനേ ഒരു പൗരനാ. തെളിവ് കാണണമെന്ന് ആവശ്യപ്പെട്ടാൽ കാണിക്കണം. കാണിക്കാൻ സാധ്യമല്ലെങ്കിലോ?
എങ്കിൽ ഞാൻ ആരാണെന്ന് SIയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. തെളിവുകൾ കാണിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി പറയണോ, അതോ ഇനി മുഖ്യമന്ത്രി തന്നെ പറയണോ, അതുമല്ലെങ്കിൽ ഇനി ഗവർണർ പറഞ്ഞാൽ മതിയോ? ആര് വേണമെന്ന് SIക്ക് തന്നെ തീരുമാനിക്കാം. ആരെയാ നിങ്ങൾ വിളിക്കുന്നത്? ഏതായാലും നിങ്ങൾക്ക് മുകളിലുള്ളവരെയാണ് എന്ന് കരുതിയാൽ മതി. ദേ, എൻ്റെ അച്ഛൻ കരുണാകരക്കുറുപ്പിന്റെ അധികാരം വെച്ചല്ല, എൻ്റെ പൊളിറ്റിക്കൽ പവർ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും, അതോർത്തോ. സാർ പ്ലീസ്. എങ്കിൽ പറ, വന്ദനയ്ക്കെതിരായ തെളിവെന്താണ്? അത് CCTV വീഡിയോ ആണോ? എന്നാലത് കാണണം. നിയമപരമായി അത് കാണാനുള്ള അധികാരം എനിക്കുണ്ട്, കാണിക്കാനുള്ള ബാധ്യത പോലീസിനുമുണ്ട്. ഇല്ലേ സീനിയർ വക്കീൽ സാറേ? നിന്ന് വേർക്കാതെ വീഡിയോ കാണിക്കണം സാറേ. കമ്പ്യൂട്ടർ റൂമിലേക്ക് എല്ലാവർക്കും പ്രവേശനമില്ല. പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന വന്ദനയ്ക്കും എനിക്കും വരാമല്ലോ. വക്കീലെ നോക്കണ്ട, വരാം. വരൂ. വന്ദന വരൂ. അമ്മ വിഷമിക്കല്ലേ, ജഗൻചേട്ടൻ പോയിട്ടില്ലേ, എല്ലാം ശരിയാവും. ഇതൊന്ന് കണക്ട് ചെയ്യും. പാവം, എൻ്റെ സ്റ്റോർ റൂമിൽ ഒളിക്യാമറ വെച്ചിട്ടുള്ള കാര്യം അവൾക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് കയറി മോഷ്ടിച്ചത്. പൗരന്റെ മൗലികാവകാശമല്ലേ, കമ്പ്യൂട്ടർ തന്നെ കാണിച്ചു കൊടുക്കും മോഷണം നടത്തിയ രീതികൾ. സർ, ഇതാണോ? അതെ. അത് സൂം ചെയ്ത് കാണിക്കും.
ഇത് ഫയൽ എടുക്കുന്നതാണല്ലോ. ബാഗിലെടുത്ത് വെക്കുന്നത് പണമല്ല, ഫയലാ. അല്ലേ വെക്കില്ലേ? പണമാണോ ഫയലാണോ എന്ന് വ്യക്തമാകാൻ ഒന്നുകൂടി വേണമെങ്കിൽ റിവൈൻഡ് ചെയ്ത് നോക്കാം. അല്ല, ഞാൻ പറഞ്ഞൊരു തർക്കം ഉണ്ടെങ്കിൽ മതി. എനിക്ക് തർക്കമൊന്നുമില്ല. പണം എടുക്കുന്ന സീൻ പിറകെ വരുന്നുണ്ട്.